ജോസ് സാർ വിളിച്ചിരുന്നു. ഇപ്പൊ വിസിയിൽ വരുമെന്ന് പറഞ്ഞു. നമ്മൾക്കാർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഈ ഒരവസ്ഥ ആർക്കും ഉണ്ടാവരുത്. അത് തന്നെ സാറേ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ജഡി, സർ, ആ CA മാറ്റാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കേസ് അന്വേഷിക്കുന്നത് പുതിയൊരു CA ആയിരിക്കും. ഓ, അയാൾ നമ്മുടെ ആളാ. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അയാൾ ചെയ്തിരിക്കും. അയാളെ മുൻനിർത്തി നിങ്ങൾ ഈ കേസ് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അന്വേഷിക്കണം. ഓക്കെ സർ. ഈ കേസിൽ കുറ്റം ചെയ്തവരെ നമുക്ക് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. അതിനുവേണ്ടി ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഞങ്ങളിടും. ഓക്കെ ജഡി, ഓൾ ദ ബെസ്റ്റ്. സർ. സർ 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 അതെങ്ങനെ നടക്കും? ഇത്ര പെട്ടെന്നൊരു കേസിൽ നിന്ന് ഒരാളെ മാറ്റാൻ പറ്റുമോ? ആ വിനോദിന്റെ കൂട്ടുകാർക്കാർക്കോ ഡിപ്പാർട്ട്മെന്റ് നല്ല ഹോൾഡുണ്ട്. അതാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളി വന്നത്. നിങ്ങളെ മാറ്റൂന്ന് ഉറപ്പാണോ? ആ അതെ, അൺഒഫീഷ്യലി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഓർഡർ കൈ കിട്ടിയാൽ മതി. ഞാനൊന്ന് മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കട്ടെ. ഈ ട്രാൻസ്ഫർ തൽക്കാലം നിർത്തിവെക്കാതെ വേറെ വഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വേഗം ചെയ്യണം. എനിക്ക് പകരം ആര് വന്നാലും നിങ്ങളെല്ലാവരും അകത്ത് പോകാൻ സാധ്യതയുണ്ട്. എനിക്കറിയാം. ഞാനൊന്ന് നോക്കട്ടെ. ശരി എന്നാ. ശരി, ഓക്കെ. ഇനി മിനിസ്റ്റർ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. ഹലോ, മിനിസ്റ്റർ അല്ലേ? വിനോദല്ലേ? അതെ. അച്ഛനും അമ്മയും അകത്തുണ്ടോ? ഉണ്ട്. അവരെ നിങ്ങൾ വിളിച്ചേ. അച്ഛാ, ഒന്ന് പുറത്തേക്ക് വന്നേ. എന്നെ ഇവിടുന്ന് മാറ്റാൻ നിങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ IG യെ കൊണ്ട് പറയിപ്പിച്ച എന്നെ സംരക്ഷിക്കാൻ മിനിസ്റ്റർ വരും. ഇനി മിനിസ്റ്ററെ കൊണ്ട് പറയിപ്പിച്ച ചിലപ്പോൾ CM എന്നെ സംരക്ഷിച്ചെന്നിരിക്കും. ആ അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങളുടെ നഷ്ടം ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഇനി കേസ്, കോടതി, ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് നടന്ന കുറെ കാശും സമയവും കളയാന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. സാറെന്താ പറഞ്ഞു വരുന്നേ? പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ബുദ്ധിയില്ലാത്തവർ പോലും ചെയ്യില്ലെന്നാ പറഞ്ഞത്.